ഇന്നത്തെ വീഡിയോ ഡിജിറ്റൽ പെയിൻറ്റിംഗ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ആപ്പിനെ കുറിച്ചിട്ടാണ്. സ്കെച്ച് ബുക്ക് ആൻഡ് ഐബിക്സ് പെയിൻറ്റിംഗ് ആപ്പ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്കെച്ച് ബുക്കായിരുന്നു. ഒരു ബിഗിനറിന് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് സ്കെച്ച് ബുക്ക്. അപ്പോൾ സ്കെച്ച് ബുക്കിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. സ്കെച്ച് ബുക്കിന് ഏകദേശം ഒരു 69 MB ഒക്കെയാണ് വരുന്നത്. ഇതിൽ കുറേ ബ്രഷസൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ലെയേഴ്സ് ഒരു മിനിമം ഉള്ളൂ, പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് റിബൺ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് മെനു ഓപ്ഷനിൽ ന്യൂ സ്കെച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ നമുക്ക് കസ്റ്റം ആയിട്ട് ഒരു ക്യാൻവാസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു 100ൻ്റെ മുകളിലേക്കുള്ള സംഭവങ്ങളായിരിക്കും, അതായത് 1000ൻ്റെ മുകളിലേക്കായിരിക്കും കേട്ടോ. 1000ൻ്റെ മുകളിലേക്കായിരിക്കും ക്യാൻവാസിൻ്റെ സൈസ് വരിക. കണ്ടോ, ഓരോ സൈസിന് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ കുറച്ച് സൈസസൊക്കെ അവൈലബിൾ ആണ്. ലെറ്റർ സൈസ് ഉണ്ട്, A4, A3, A5, അങ്ങനെ കുറേ സൈസസൊക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് പുതുതായിട്ട് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് പ്രിസെറ്റിൽ പോയിട്ടും ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി വരുന്ന ഓപ്ഷൻസ് ഇവിടെ വലിയ പ്രാധാന്യമില്ല. ദെൻ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണ്. അൺഡു റീഡു ഓപ്ഷനാണ് ഉള്ളത്. ദെൻ ഗ്രിഡ് ടൈപ്പിലുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ട്രാൻസ്ഫോം ഉണ്ടായിരിക്കും, ഫിൽ, അതേപോലെ പ്രിഡക്റ്റീവ്, സ്ട്രോക്ക്, ഇമ്പോർട്ട് ഇമേജ്, ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചിത്രം വരയ്ക്കുന്നത് വീഡിയോ എടുക്കണമെങ്കിൽ ടൈം ലാപ്സ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇമേജിൽ ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെസ്റ്റിൻ്റെ ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഫിൽ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു റൗണ്ട് വരച്ചു, ഈ റൗണ്ട് ഷേപ്പ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് സ്ട്രോക്ക് യൂസ് ചെയ്യുകയാണ്. എന്നിട്ടൊരു റൗണ്ട് വരച്ചു. എത്രയ്ക്കും മോശമല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു വളവും തിരിവൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അൺഡു അടിച്ചിട്ടുണ്ട്. അതാണ് ഫില്ലിൻ്റെ ഓപ്ഷൻ്റെ യൂസേജ് വരുന്നത്. ദെൻ നമ്മൾ ഇമ്പോർട്ട് ഇമേജ് നമ്മൾ ഗാലറിയിൽ നിന്ന് ഇമേജസൊക്കെ ക്യാൻവാസിലേക്ക് എടുക്കാനുള്ളതാണ്. ഇമേജ് ക്ലിക്ക് ചെയ്താൽ അവിടെ കുറേ ഇമേജിൻ്റെ ഓപ്ഷൻ വരും. ദെൻ അത് ടിക്ക് ഓപ്ഷൻ ചെയ്യുക, അപ്പോൾ ഇമേജ് സ്ക്രീനിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ടെക്സ്റ്റ് ഓപ്ഷൻ. നമ്മളിപ്പോൾ ഇമേജിൽ വല്ല ടാഗ് ലൈന് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്ഷന് അല്ലെങ്കിൽ ഒരു കോട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ നമ്മളൊരു ടെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഞാൻ ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റണം. ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ദെൻ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കളറിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണ്. അവിടെ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിസോർട്ട് ചെയ്യാം. ഇപ്പോൾ വൈഡാക്കി എടുക്കാനും അങ്ങനെയൊക്കെ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ഞാൻ അൺഡു അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രഷസിലേക്ക് പോവുകയാണ്. ബ്രഷസ് ഓപ്പൺ ചെയ്യുക. അവിടെ കുറേ ബ്രഷസൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാർക്കേഴ്സും ലെഗസിയിലെ എയർ ബ്രഷും ഉണ്ട്. അതേപോലെ ഇതാണ് എറേസറും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ താഴോട്ട് കുറച്ച് പോയി നോക്കിയാൽ സ്മഡ്ജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്മഡ്ജിൻ്റെ ഓപ്ഷനിൽ സെക്കൻഡ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആർട്ടിസ്റ്റിൽ തേർഡ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹെയറിന് വേണ്ടിയിട്ട് തേർഡ് റോയിലെ സെക്കൻഡ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കളർ സെലക്ട് ചെയ്യാണ്. കളർ പാനലിൽ പോവുക. അവിടെ ഇപ്പോൾ സ്ക്രീനിലൊരു കളർ കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കളറാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്കും നോക്കിയാൽ മതി. അപ്പോൾ ലൈറ്റ് കളറായിട്ടുണ്ട്. ഇനി താഴോട്ട് നോക്കിയാൽ അത് ബ്രൈറ്റ്നെസ് കൂടും. കുറച്ചുകൂടി താഴോട്ട് നോക്കിയാൽ വേറെ കളറായിരിക്കും. ഇങ്ങനെ ബ്രൈറ്റ്നെസ്സും ചേഞ്ച് ചെയ്താലും കളേഴ്സ് മാറും. അതുപോലെ ഓരോ കളറിൻ്റെ വേരിയേഷൻസും കൊടുത്തിട്ടുണ്ട്. താഴോട്ടേക്ക് നോക്കിയാലൊക്കെ വേറെ വേറെ കളർ കാണിക്കും. ഇതാണ് കളർ പാനൽ. ഓക്കെ, ഇനി ഇതേപോലെ ഈസി ആക്സസിന് വേണ്ടി താഴെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാണ്. അവിടെ ഇതേപോലെ തന്നെ നമുക്ക് ബ്രഷ് സെലക്ട് ചെയ്യാൻ പറ്റും, കളറ് സെലക്ട് ചെയ്യാൻ പറ്റും. ബ്രഷിൻ്റെ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
അവിടെ ബ്രഷിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷസ് ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ബ്രഷിൻ്റെ സൈസസ് കൂട്ടാൻ അതേപോലെ കപ്പാസിറ്റി കുറയ്ക്കാനൊക്കെയാണ്. കപ്പാസിറ്റി കുറച്ച് ലൈറ്റ് കളറായിട്ട് വരും. ഇതാണ് ഒറിജിനൽ കളർ വരുന്നത്. സൈസസും മാറ്റം വരുത്താം. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സ്മഡ്ജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓരോ കളർലെക്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ ഈസി ആക്സസിൽ തന്നെ നമുക്ക് ഇമേജ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, അതേപോലെ റൈറ്റ്, ലെഫ്റ്റ്, മിറർ ടൈപ്പൊക്കെ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഈസി ആക്സസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം വരുന്നത്. ഓക്കെ, ഇവിടെ ഈസി ആക്സസിന് വേണ്ടിയിട്ട് താഴെ ഒരു ഐക്കൺ കാണുന്നുണ്ട്, ഒരു റൗണ്ടിൻ്റെ പോലെ. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാൻവാസ് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ചേഞ്ച് ചെയ്യാം. അതേപോലെ കളേഴ്സ് സെലക്ട് ചെയ്യാനും പിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇപ്പോൾ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട് ബ്രഷും കളറും. കളറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളർ മാറ്റാം. ബ്രഷിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബ്രഷിൻ്റെ സൈസും മാറ്റാം. അതിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സൈസ് മാറ്റുന്നതിന് പകരം ഈ ഓപ്ഷൻ വന്നിട്ട് അവർക്ക് ലെഫ്റ്റിക്കും റൈറ്റിക്കും മൂവ് ചെയ്താൽ മതി. അപ്പോൾ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കാണാനുണ്ട്. ഞാനത് ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത ഓപ്ഷൻ വരുന്നത് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഓൾറെഡി ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മൾ ലെയേഴ്സ് കൂടുതൽ വേണമെങ്കിൽ ഈ പ്ലസ് ഐക്കൺ അമർത്തുക. ചില ഫോട്ടോസ് അല്ലെങ്കിൽ ചില ക്യാൻവാസിൽ മിനിമം ലെയേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു 10 ലെയേഴ്സൊക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓരോ ക്യാൻവാസിനും ഓരോ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇപ്പോൾ സ്ക്രിബിൾ ആർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലാക്ക്, അതേപോലെ ലൈറ്റ് ഗ്രേ, കുറച്ച് ലൈറ്റ് ഗ്രേ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ കളറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഐ ഒന്ന് ഹൈഡ് ആക്കിയാൽ മതി. അപ്പോൾ ട്രാൻസ്പെറൻറ്റും കിട്ടും. ഇതാണ് മെയിനായിട്ട് നമ്മൾ സ്കെച്ച് ബുക്കിലെ കുറച്ച് ടൂൾസ്, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി കൂടുതൽ വീഡിയോസ് ഏത് വീഡിയോ ആണ് വേണ്ടതെന്നെങ്കിൽ അത് കമൻറ്റ് ഓപ്ഷനിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.